അങ്ങനെ ബിഗ് ബോസിൻ്റെ കള്ളക്കളികൾ പുറത്തേക്ക് വരികയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ ജാസ്മിൻ്റെ ഉമ്മയും കൂടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ അനിയനെ എന്താ നിങ്ങൾ കൊണ്ടുവരാഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ അവർ അമ്മ പറയുന്നുണ്ട്, ഞാനും നിൻ്റെ അനിയനും കൂടെ വരാനാണ് ഇരുന്നത്, പക്ഷേ അപ്പോഴാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റോപ്പ് ഇട്ട്. അപ്പോൾ അതിനർത്ഥം അച്ഛൻ വരാതിരിക്കുകയും ഉമ്മയും അനിയനും കൂടെ വരാനായിരുന്നു ഇരുന്നത്. പിന്നെ എന്തിന് പുള്ളിയെ വരുത്തി എന്നുള്ളത് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അവിടെ മ്യൂട്ട് ഇട്ടിട്ടാണ് കാണിച്ചത്. സംഭവം ഇതാണ്. ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്ക്രിപ്റ്റഡാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അച്ഛൻ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് വിളിപ്പിച്ചു. ഇതുപോലെ മോള് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആ മാലയും നമ്മുടെ ആ ഫോട്ടോയും സ്റ്റോർ റൂമിൽ കൊണ്ട് വെപ്പിക്കണം എന്ന് പറഞ്ഞു. അത് തന്നെ സംഭവിച്ചു. അല്ലെങ്കിൽ പിന്നെ അവിടെയുള്ള പ്രോപ്പർട്ടി പുറത്തു വരുന്ന ഒരാൾക്ക് മാറ്റാനുള്ള അവകാശം എന്തുവാ? അതാണ് എന്ത് ബിഗ് ബോസ് ആയത്. അവിടെയുള്ള ഏത് പ്രോപ്പർട്ടിയും പുറത്തോട്ടുള്ള കൊണ്ടുപോകാൻ അവിടെ വരുന്ന ഫാമിലിക്ക് അവകാശമില്ല. എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുക, അത് ഓക്കെ. പക്ഷെ ഉള്ള പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോകാൻ പുറത്തു വന്ന ഒരാൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത്? ഇത് തന്നെയാണ് സാബുമോനും കാണിച്ചത്. സാബുമോനും ആ മാല ഊരി വാങ്ങിച്ചു. അത് ഇവള് പുറകെ കടന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ട് തിരിച്ചു വാങ്ങിച്ചു. ഇപ്പം ഇതൊക്കെ മുൻകൂട്ടി നിർദ്ദേശം കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് വ്യക്തമാണ്. പുള്ളിക്കാരിയെ മാക്സിമം ഒക്കിക്കൊണ്ട് വരിക, അല്ല വേറെ കണ്ടൻറ്റൊന്നും ഇല്ല. ഇത് വെച്ചുകൊണ്ട് പിടിച്ച് കയറ്റിക്കൊണ്ട് വരിക. എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി എന്തായാലും ഇപ്പം ആ പരിപാടി എല്ലാം തീർന്നല്ലോ. ഒരു വിധത്തിൽ നന്നായി. പോട്ടെ മാലയും പോട്ടെ. ഇനിയിപ്പം എന്ത് കാണിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.